പാർലമെന്റിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതുവരെ അമിത്ഷാ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം ആരംഭിച്ച 3 ആഴ്ച പിന്നിടുകയാണ്. ഇതുവരെ സഭയിലേക്ക് എത്തിയിട്ടില്ല. സഭയെ അത്രമേൽ ഭയക്കുന്നുവോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. കാരണം സഭയിലേക്ക് വന്നാൽ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ അതിക്രമങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഭയിലേക്ക് വരാതിരിക്കുകയാണ്. പ്രതിപക്ഷം ആ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആഭ്യന്തരമന്ത്രി മറുപടി പറയാതെ പിന്നോട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, കേന്ദ്രം പുതിയൊരു നീക്കവുമായി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ മണ്ഡല പുനർനിർണയ ബില്ലുണ്ടല്ലോ, അതായത് നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഒരു 850ഓളമാക്കി ഉത്തരേന്ത്യയിൽ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് സ്ഥിരമായി അവർക്ക് ഭരണം പിടിക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ. ഈ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ അത് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചതാണ്, അത് പരാജയപ്പെട്ടു പോയി. അത് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ഈ മാസം 15, 16, 17 തീയതികളിലും 16, 17, 18 തീയതികളിൽ 3 ദിവസം പ്രത്യേക സമ്മേളനം വിളിച്ച് ഈ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫെമിന എന്നോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി. ഫെമിന, ഗുഡ് മോർണിംഗ്. ഫെമിന, ആദ്യം നമുക്ക് ഈ മണ്ഡല പുനർനിർണയ ബില്ലിലേക്ക് പോകാം, അല്ലേ? ഒന്ന്, വനിതാ സംവരണത്തിന്റെ മറവിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ഭരണഘടനാ ഭേദഗതിയെ ചെറുത്തു തോൽപ്പിച്ചതാണ്. ഇത് വീണ്ടും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ? 16, 17, 18 തീയതികളിൽ പ്രത്യേക സമ്മേളനം വിളിക്കാനാണോ ഇപ്പോൾ കേന്ദ്രം നീങ്ങുന്നത്? അതെ, മണ്ഡല പുനർനിർണയത്തിന്റെ നടത്തിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഒരു കേന്ദ്രത്തിനുള്ള നീക്കം കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ അത് പരാജയപ്പെട്ടതാണ്. 3-2 ഒരു ഭൂരിപക്ഷം വേണം ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയ ബില്ല് പാസ്സാക്കണമെങ്കിൽ. എന്നാൽ അത് വേണ്ടത്ര ഭൂരിപക്ഷമില്ലാത്തതിനാൽ കേന്ദ്രം അത് പരാജയപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും മാറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വീണ്ടും ഈ ഒരു ബില്ല് നടപ്പിലാക്കാൻ, പാസ്സാക്കാനായിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഒരുങ്ങുന്നത്. 17-ാം തീയതി മുതൽ 3 ദിവസത്തെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഇന്നലെ കേന്ദ്ര മന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മണ്ഡല പുനർനിർണയ ബില്ല് തന്നെയാണ് അതിൽ മണ്ഡല പുനർനിർണയ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സഹകരിക്കണമെന്നാണ് കിരൺ റിജിജു രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും 3 ദിവസത്തെ ഒരു പ്രത്യേക സമ്മേളനമാണ് ഇപ്പോൾ സമ്മേളനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വേണ്ടത്ര ഭൂരിപക്ഷമില്ലാതിരുന്നത് കൊണ്ട് കേന്ദ്രത്തിന് അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അത് വലിയ തരത്തിലൊരു പരാജയമായിരുന്നു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 20 MP-മാർ ഇപ്പോൾ NDA പക്ഷത്തേക്ക് ചേർന്നിട്ടുണ്ട്. അത് വേറൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ചേർന്നതെങ്കിൽ പോലും നേരത്തെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തോറ്റത് മൂലം, പരാജയപ്പെട്ടത് മൂലം ഇത്തരത്തിൽ 20 MP-മാരെ വാങ്ങാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. അവർ NDAക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ, അല്ലെങ്കിൽ NDAക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, ദേശീയ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്തത് DMK ഈ മണ്ഡല പുനർനിർണയത്തെ പിന്തുണക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ NCP നേതാവായിട്ടുള്ള സുപ്രിയ സൂലെയോട് ഈ ഒരു കാര്യത്തിൽ ചോദിച്ചപ്പോൾ അവരൊരു വ്യക്തത ഈ ഒരു വിഷയത്തിൽ വരുത്തിയിരുന്നില്ല. മണ്ഡല പുനർനിർണയത്തെ പിന്തുണക്കുമോ എന്ന ഒരു ചോദ്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സഭാ സമ്മേളനം ചേരുമ്പോൾ ഏതൊക്കെ പാർട്ടികളായിരിക്കും ഈ NCP, അതുപോലെ തന്നെ DMK, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ മമതാ ബാനർജിയോട് തെറ്റി പിരിഞ്ഞു പോയിട്ടുള്ള 20 MP-മാർ, ഇവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമോ? അങ്ങനെയാണ് എങ്കിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ല് പാസ്സാക്കിക്കൊണ്ട് വനിതാ സംവരണം ഈ സഭാ കാലയളവിൽ നടപ്പാക്കാൻ NDAക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇവരുടെയൊക്കെ പിന്തുണ, നേരത്തെ കോൺഗ്രസ്, തമിഴ്നാട്ടിൽ കോൺഗ്രസ് TVKയോട് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ, 5 TVK മന്ത്രിസഭയുടെ ഭാഗമായതിന് പിന്നാലെ ഈ DMK കോൺഗ്രസുമായിട്ട് തെറ്റിയിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്, അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചാണ് ഇപ്പോൾ DMK ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നത്. അത്തരത്തിൽ പല റീജിയണൽ പാർട്ടികളും, പ്രാദേശിക പാർട്ടികളും ഇത്തരത്തിൽ കോൺഗ്രസിനോട് വിമുഖത കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒരു വെല്ലുവിളിയാകുമോ എന്നതുകൂടി പ്രധാനമാണ്. എന്തായാലും 17-ാം തീയതി 3 ദിവസത്തെ ഒരു പ്രത്യേക സമ്മേളനമാണ് ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയ ബില്ല് പാസ്സാക്കാനായിട്ട് കേന്ദ്രം വിളിച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയം പാസ്സാക്കിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാൻ 3-ൽ 2 ഭൂരിപക്ഷമാണ് വേണ്ടത്. അത് കേന്ദ്രത്തിൽ ലഭിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.